ഹലോ. അപ്പൊ ഫ്രീലാൻസിങ് നമ്മൾ ഫ്രീ ടു വർക്കാണ്. അതായത് നമ്മുടെ ഇന്ത്യൻ പോപ്പുലേഷന്റെ പെർസെന്റേജ് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ അധികമാണ്. പക്ഷെ നമ്മൾ ജോബ് സാറ്റിസ്ഫാക്ഷന്റെ പെർസെന്റേജ് എടുത്തു പോയി കഴിഞ്ഞാൽ ഇയർ ബൈ ഇയർ വളരെയധികം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇഷ്ടമല്ലാത്ത ജോലി ചെയ്യാൻ നിർബന്ധിതരാവുകയാണ്. അതായത് നമ്മൾ വേറൊരാളെ കാൽച്ചൗട്ടിൽ ഇരുന്നിട്ട് അവർ പറയുന്ന ഒരു ജോലി എടുക്കേണ്ട ഒരു അവസ്ഥ ഇന്ന് നമ്മുടെ ഒരു ഇന്ത്യയിൽ ഉണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യാൻ പോകുന്നത് ഇത് തന്നെയാണ്. ഫ്രീലാൻസിങ് ജോബിൽ എന്തൊക്കെ അഡ്വാൻറ്റേജസ് ആണ് നമുക്ക് കിട്ടാൻ പോകുന്നത്, പിന്നെ ഫ്രീലാൻസിങ് ജോബ് കൊണ്ട് ഏറ്റവും അധികം ഇമ്പോർട്ടൻസ്, ഏറ്റവും അധികം ഗുണങ്ങൾ കിട്ടുന്നത് ആർക്കൊക്കെയാണെന്നൊക്കെയാണ് നമ്മുടെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഫ്രീലാൻസിങ് ജോബിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു അഡ്വാൻറ്റേജസ് ആണ് ഫ്ലെക്സിബിലിറ്റി അല്ലേ. അതായത് നമുക്ക് തീരുമാനിക്കാം എപ്പോൾ നമ്മൾ വർക്ക് ചെയ്യണമെന്ന്. നമുക്ക് ചിലപ്പോൾ ലേറ്റ് നൈറ്റ് ആവും വർക്ക് ചെയ്യാൻ ഇഷ്ടം, അല്ലെങ്കിൽ ചിലപ്പോൾ ഏർലി മോർണിംഗ് ആയിരിക്കും വർക്ക് ചെയ്യാൻ ഇഷ്ടം. അപ്പം നമുക്ക് വർക്ക് ചെയ്യാം. നമുക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ഷെഡ്യൂൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അതായത് വേറൊരാളെ അസൈൻ ചെയ്ത ഒരു ടൈം ടേബിൾ നമ്മൾ വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്കറിയാലേ, നമ്മൾ ട്രഡീഷണൽ ജോബ് ആയി കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ വൈകുന്നേരം ഒരു 6 മണി 7 മണി വരെയൊക്കെ വർക്ക് ചെയ്യേണ്ടി വരും, രാവിലെ ഒരു 8 മണിക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ. ഓക്കെ, പക്ഷെ അതിൻ്റെ അങ്ങനത്തെ ഒരു ലിമിറ്റ് നമുക്ക് എവിടെ വരുന്നില്ല. ഫ്രീലാൻസിങ് ആയിട്ട് നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് വരുന്നില്ല. നമുക്കിപ്പം വീട്ടിൽ അമ്മമാരുണ്ടാവും, കുട്ടികളെ ചിലപ്പോൾ ടേക്ക് കെയർ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അതിനൊക്കെ നമുക്ക് ടൈം കണ്ടെത്താൻ പറ്റും. വേറെ എന്തെങ്കിലും റെസ്പോൺസിബിലിറ്റി ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, മാനേജ് ചെയ്യാൻ പറ്റും. അതായത് നമ്മുടെ വർക്കിംഗ് ഹവേഴ്സ് നമുക്ക് കൃത്യമായിട്ട് ഷെഡ്യൂൾ ചെയ്തിട്ട് നമുക്കൊരു എന്തെങ്കിലും വീട്ടിലെ കാര്യങ്ങൾ ചെയ്യണമെങ്കിലോ, അല്ലെങ്കിൽ നമ്മുടെ ഹോബീസ്, പലവർക്കും പല ഹോബീസ് ഉണ്ടാവും. ചിലർക്ക് പാട്ട് പാടാനോ അല്ലെങ്കിൽ ചിത്രം വരയ്ക്കാനോ അങ്ങനത്തെ പല ഹോബീസ് ഉള്ളവരും ഉണ്ടാവും. അപ്പം ഗാർഡനിങ് ഇഷ്ടമുള്ളവരൊക്കെ ഉണ്ടാവും. അപ്പം അതൊക്കെ നമുക്ക് എന്ത് ചെയ്യും, ഈ ട്രഡീഷണൽ ജോബിൽ നമുക്ക് എന്ത് ചെയ്യും, കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. പക്ഷെ ഇവിടെ നമുക്ക് കറക്റ്റ് ആയിട്ട് ഒരു ഫ്ലെക്സിബിലിറ്റി കിട്ടുന്നതുകൊണ്ട് തന്നെ നമുക്ക് കറക്റ്റ് നമുക്ക് ഷെഡ്യൂൾ ചെയ്തിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും. രണ്ടാമതായിട്ട് നമുക്ക് ഫ്രീലാൻസിംഗിൽ കിട്ടുന്ന ഒരു ഉപകാരമാണ് ചോയ്സ് ഓഫ് പ്രൊജക്ട്. അതായത് ഏത് പ്രൊജക്ട് ചെയ്യണമെന്ന് നമുക്ക് തിരഞ്ഞെടുക്കാം. അതിന് നമുക്ക് വേറൊരാളെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്കറിയാമല്ലേ, ട്രഡീഷണൽ വർക്ക് ഫോഴ്സ് ആണെങ്കിൽ നമ്മൾ ഒരു മാനേജർ ഉണ്ടാവും. ആ മാനേജർ അസൈൻ ചെയ്യുന്ന ജോലി ആയിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്. നമ്മളെ സ്കിൽ സെറ്റിനോട് ചിലപ്പോൾ യാതൊരു ബന്ധമില്ലാത്ത പ്രൊജക്റ്റ് ഒക്കെ ആയിരിക്കും നമുക്ക് കിട്ടുക. അത് നമ്മൾ ചെയ്യാൻ നിർബന്ധിതരാവാണ്. പക്ഷേ ഫ്രീലാൻസറായിട്ട് നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിൽ സെറ്റിനനുസരിച്ചുള്ള ജോലി മാത്രം നമുക്ക് തിരഞ്ഞെടുത്താൽ മതി. അതായത് വേറൊരു നമുക്കൊരു ക്ലയൻറ്റ് വന്നു, ആ ക്ലയൻറ്റിൻ്റെ പ്രപ്പോസൽ നമുക്ക് ഇഷ്ടമായില്ലെങ്കിൽ നമുക്ക് സിംപ്ലി റിജക്റ്റ് ചെയ്യാം. ഒരു കുഴപ്പമില്ല, ആരും ചോദിക്കാനും വരില്ല. നമ്മളാണ് നമ്മുടെ ബോസ്. അതുകൊണ്ട് തന്നെ നമുക്ക് അസൈൻ ചെയ്ത പ്രൊജക്റ്റ് മാത്രം നമ്മൾ ചെയ്താൽ മതി. സപ്പോസ് നിങ്ങളൊരു കണ്ടന്റ് റൈറ്റർ ആണ്. കണ്ടന്റ് റൈറ്റർ ആയിട്ട് നിങ്ങളിപ്പോൾ വേറെ എവിടെയെങ്കിലും ജോലി പോവുകയാണെങ്കിൽ അവർ ചെയ്യുന്ന കണ്ടന്റ്, അവർ എന്താണോ കണ്ടന്റ് പറയുന്നത് അത് നിങ്ങൾ ചെയ്യണം. പക്ഷെ നിങ്ങൾക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് പറഞ്ഞാൽ ടെക്കിനോടോ അല്ലെങ്കിൽ മറ്റ് മേഖലകളോടോ ആയിരിക്കും. പക്ഷെ അവർ നമുക്ക് ടെക്കിനോടോ ആയിരിക്കില്ല, അവർ ചിലപ്പോൾ സാഹിത്യമൊക്കെ എഴുതാൻ പറയും. ഓക്കെ, അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, നിങ്ങളിപ്പം ഒരു ഫ്രീലാൻസറായിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ അങ്ങനത്തെ ഒരു ക്ലയൻറ്റ് സെറ്റിന് മാത്രം നിങ്ങൾ ബിൽഡ് ചെയ്താൽ മതി. വേറൊരു പ്രൊജക്റ്റോ കാര്യങ്ങളോ നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ട ആവശ്യമില്ല. അപ്പം തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ വർക്ക് ജോബ് സാറ്റിസ്ഫാക്ഷൻ കൂട്ടാൻ പറ്റും. അതുപോലെ നിങ്ങളെ പ്രൊഫഷണൽ ഗ്രോത്തും ഇൻക്രീസ് ചെയ്യാൻ പറ്റും. പിന്നെ മൂന്നാമത്തെ അഡ്വാൻറ്റേജ് ആയിട്ടുള്ള ഒരു കാര്യമാണ് വർക്ക് ഫ്രം എനിവർ. നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും വർക്ക് ചെയ്യാം. അതായത് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ജോഗ്രഫിക് ലൊക്കേഷനിൽ നിങ്ങൾ ഇരിക്കണം എന്നില്ല. നിങ്ങൾക്ക് ഒരു ഓഫീസിൽ പോയിട്ട് ഇരിക്കണം എന്ന ഒരു ആവശ്യമില്ല. നിങ്ങൾക്ക് എവിടെയാണോ കംഫർട്ടബിൾ, എവിടെയാണോ കോസി ആയി തോന്നുന്നത് അവിടെ നിങ്ങൾക്ക് വർക്ക് ചെയ്യാം. നിങ്ങൾക്ക് വീട്ടിലിരുന്ന് വർക്ക് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പം ഫോർ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എവിടെയെങ്കിലും ടൂർ പോകാൻ ആഗ്രഹമാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ട്രാവലൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ, ട്രാവൽ എന്തൂസിയസ്റ്റ് ഒക്കെ, അവിടെ നിന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ വർക്ക് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, അതാണ് നമ്മുടെ ഒരു ഫ്രീലാൻസിങ്ങിന്റെ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മൾ ഏതൊരു ജോഗ്രഫിക്കൽ ലൊക്കേഷനിൽ ഒരിക്കലും നമ്മൾ റെസ്ട്രിക്റ്റഡ് അല്ല. നമുക്ക് എവിടെ വേണമെങ്കിലും ഫ്രീ ബേർഡായിട്ട് പറന്ന് നടന്ന് നമുക്ക് ഇഷ്ടമുള്ള ജോലി ചെയ്യാന്നാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ജോബ് സാറ്റിസ്ഫാക്ഷൻ്റെ ലെവൽ കൂട്ടുന്ന മറ്റൊരു കാര്യം. ഓക്കെ, ഇനി സപ്പോസ് നിങ്ങൾ പെർമനൻ്റ് ആയിട്ട് വേറെ എവിടെയെങ്കിലും ഒരു ഷിഫ്റ്റ് ആക്കാൻ വിചാരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടുത്തെ ഒരു ക്ലയൻറ്റ് സെറ്റ്, അതായത് നമ്മുടെ കറണ്ട് ലൊക്കാലിറ്റിയിലുള്ള ക്ലയൻറ്റ് സെറ്റ് മാറ്റിയിട്ട് നിങ്ങൾക്ക് ആ ഒരു ലൊക്കാലിറ്റിയിലുള്ള ക്ലയൻസിനെ തിരഞ്ഞെടുക്കാം. അതായത് നമ്മളെവിടെയും കെട്ടിയിട്ട മാതിരിയല്ല, നമ്മൾ ഫ്രീ ബേർഡാണ്. നമുക്ക് ഏതൊരു രാജ്യത്ത് പോയി ആണെങ്കിലും വർക്ക് ചെയ്യാം. അവിടുത്തെ ഒരു ജോബ് ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റും. ഓക്കെ, അതാണ് നമ്മുടെ ഫ്രീലാൻസിങ്ങിൻ്റെ ഏറ്റവും വലിയൊരു ഗുണം. എവിടെ പോയാലും നമുക്ക് നമ്മുടെ ജോബ് കൃത്യമായിട്ട് ചെയ്യാൻ കഴിയും. അത് ഏറ്റവും വലിയൊരു കാര്യമാണ്. കാരണം നമ്മൾ ട്രഡീഷണൽ ജോബിൽ ഒരിക്കലും അത് കിട്ടില്ല. നമ്മൾ ലോങ് ലീവ് ഒക്കെ എഴുതിയിട്ട് വേണം നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്തേക്കൊക്കെ ട്രിപ്പ് പോകാനോ അല്ലെങ്കിൽ നമുക്ക് സ്റ്റേ ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിലോ ഒക്കെ പോകണമെങ്കിൽ വളരെയധികം ബുദ്ധിമുട്ടാണ് അല്ലേ നമ്മൾ ട്രഡീഷണൽ ജോബ് ആണെങ്കിൽ. കാരണം നമ്മൾ ഓഫീസ് അവേഴ്സിൽ എപ്പോഴും ഓഫീസിൽ വേണം. ഓഫീസിൽ ഒരു ബൗണ്ടറി ആണ് നമ്മൾ. പക്ഷേ
ഫ്രീലാൻസിങ് എന്ന് പറഞ്ഞൊരു വേൾഡിൽ നമ്മളെന്താ ഒരിക്കലും ബൗണ്ടഡ് അല്ല. ഒരു ജോഗ്രഫിക്കൽ ലൊക്കേഷൻ നമുക്ക് പ്രത്യേകിച്ചില്ല. നമുക്ക് എവിടെയാണോ കംഫർട്ട്, നമുക്ക് എവിടെയാണോ പോകാൻ ആഗ്രഹം, അവിടെ വന്നിട്ട് വേണമെങ്കിൽ നമുക്ക് വർക്ക് ചെയ്യാം. അത്യാവശ്യം നല്ല രീതിക്ക് ഇൻകം പൊട്ടൻഷ്യലി ജനറേറ്റ് ചെയ്യാനും പറ്റും. പിന്നെ നാലാമത്തെ അഡ്വാൻറ്റേജസ് നോക്കുകയാണെങ്കിൽ നമ്മുടെ വെറൈറ്റി ഓഫ് വർക്കാണ്. അതായത് ഒരുപാടധികം വെറൈറ്റി ഓഫ് വർക്കാണ് നമുക്ക് ഫ്രീലാൻസിങ്ങിലൂടെ കിട്ടുന്നത്. അതായത് നമ്മൾ ഒരു ജോബിൽ മാത്രം റെസ്ട്രിക്റ്റഡ് അല്ല. നമുക്ക് എവിടെയാണോ താല്പര്യം അത് നമുക്ക് ബിൽഡ് ചെയ്തുകൊണ്ടിരാം. അതിൽ നിന്ന് നമുക്ക് അതിൻ്റെതായ വേറെ മേഖലയിലേക്ക് പോകും. സപ്പോസ് നിങ്ങളൊരു അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ഡെവലപ്പർ ആണെങ്കിൽ നിങ്ങൾക്ക് വെബ് ഡിസൈനിങ് അല്ലെങ്കിൽ വെബ് ഡെവലപ്മെൻറ്റിന് പോവാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് AI ഇൻ്റഗ്രേഷൻ, അതായത് ആപ്പ് ഡെവലപ്മെൻറ്റും AI ഇൻ്റഗ്രേഷനും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം ലുക്രേറ്റീവ് ആയിട്ടുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആണ്. AI ഇൻ്റഗ്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എല്ലാത്തിനും വന്നുകൊണ്ടിരിക്കുക. നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം വാട്സപ്പിൽ ഇപ്പം മെറ്റ AI വന്നു. അപ്പോൾ അതേമാതിരി തന്നെ എല്ലാ ആപ്പിലും ഇപ്പം AI ഇൻ്റഗ്രേഷൻ്റെ അത്യാവശ്യകത ഉണ്ടായതുകൊണ്ട് തന്നെ ഇന്ന് അത് വളരെയധികം നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ജോബാണ് ഈ AI ഇൻ്റഗ്രേഷൻ എന്നുള്ളത്. അപ്പോൾ അതിലേക്കൊക്കെ നിങ്ങൾക്ക് മാറി ചിന്തിക്കാൻ പറ്റും. നിങ്ങൾക്ക് ആ ഒരു സമയത്ത് ആ ഒരു ടൈം ലൊക്കാലിറ്റിയിൽ ഏറ്റവും പോപ്പുലറൈസ് ആയി നിൽക്കുന്ന ജോലിയിലേക്കൊക്കെ നിങ്ങൾക്ക് നിങ്ങൾക്ക് അതിനനുസരിച്ച് മോൾഡ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ മറ്റൊരു പ്രത്യേകത. വെറൈറ്റി ഓഫ് വർക്ക് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളൊരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ജോലിക്ക് ബൗണ്ടഡ് ആയിട്ട് പോകുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്കൊരു ഇൻട്രസ്റ്റ് ആണ്. എപ്പോഴും നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ മടുക്കൂലേ. പക്ഷെ ഇത്തരത്തിലുള്ള ഒരു വെറൈറ്റി നമുക്ക് ഉണ്ടാവുന്നതുകൊണ്ട് തന്നെ നമുക്ക് വാരിയസ് ആയിട്ടുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇൻട്രസ്റ്റ് കൂടി വരും. അതായത് നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് ഡിഫറെൻ്റ് ആയിട്ട് ഉള്ള അനുഭവങ്ങൾ കിട്ടും. അത് നമുക്ക് കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ടാവും. അതുകൊണ്ട് തന്നെ നമുക്ക് ത്രില്ലിംഗ് ആയിരിക്കും നമുക്ക് നമ്മുടെ വർക്ക് ചെയ്യാൻ. പിന്നെ അഞ്ചാമത്തെ ഫ്രീലാൻസിങ്ങിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആണ് പൊട്ടൻഷ്യൽ ഫോർ ലേണിംഗ്. അതായത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഫ്രീലാൻസിങ് വർക്കാണ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കണ്ടിന്യൂസ് ആയിട്ട് ലേണിംഗ് ചെയ്തുകൊണ്ടേയിരിക്കും. നിങ്ങളൊരു ടൈം ഷെഡ്യൂൾ എടുത്തു കഴിഞ്ഞാൽ ലേണിങ്ങിന് വേണ്ടിയിട്ട്, അതായത് എക്സ്ട്രാ ലേണിങ്ങിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരു പർട്ടിക്കുലർ ടൈം ഷെഡ്യൂൾ എന്തായാലും ഉണ്ടാവും അല്ലെങ്കിൽ ഉണ്ടായിരിക്കണം. കാരണം എന്താ വെച്ചാൽ വളരെയധികം കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു ഫീൽഡ് കൂടിയാണ് ഇപ്പം ഫ്രീലാൻസിങ്. അതുകൊണ്ട് തന്നെ നമ്മൾ അതിനനുസരിച്ച്, അതായത് കറണ്ട് ആയിട്ടുള്ള ടെക്നോളജിക്കും ടൂൾസിനും ഒക്കെ അനുസരിച്ച് അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. അപ്പോൾ അതിന് ലേണിംഗ് ഇമ്പോർട്ടൻ്റ് ആണല്ലേ. ഇപ്പം AIയും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ഒരു വർക്കിംഗ് പൊട്ടൻഷ്യൽ നമുക്ക് ഇൻക്രീസ് ചെയ്യണമെങ്കിൽ ലേണിങ്ങിൻ്റെ ഒരു പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ പുതിയതായിട്ട് വരുന്ന കാര്യങ്ങൾ, അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ എന്തായാലും പഠിച്ചിരിക്കേണ്ടത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ഒരു കോമ്പറ്റീറ്റേഴ്സിൻ്റെ ഇടയിൽ നമ്മൾ ഡീഗ്രേഡ് ചെയ്ത് പോകും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ ലേണിംഗ് കറന്റ് അപ്ഡേറ്റഡ് ആയിരിക്കും. നമുക്ക് പ്രൊഫഷണലി വളരെയധികം ഗ്രോത്ത് ഉണ്ടാവും. നമ്മളിപ്പോൾ ഒരു ട്രഡീഷണൽ ജോബ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ തന്നെ നോക്കുകയാണെങ്കിൽ മെയിൻ ആയിട്ടുള്ള ഒരേ വർക്ക് തന്നെയാവും ചെയ്തു വരുന്നത്. അതിന് നമ്മൾ പ്രത്യേകിച്ച് വേറെ പുതിയതായിട്ട് പഠിക്കുന്നോ ഒരു കാര്യം ഉണ്ടാവില്ല. നമ്മൾ ഒരു നമ്മൾ വളർച്ച നിന്ന് പോകും എന്ന് വേണമെങ്കിൽ പറയാം. നമ്മളിപ്പോൾ ഒരു ഗവൺമെന്റ് ജോലി എടുത്തു കഴിഞ്ഞാൽ ആകെ ഒരു ചിന്ത എന്ന് പറയുന്നത് ഒന്നാം തീയതി കിട്ടുന്ന ശമ്പളത്തിനെ കുറിച്ചായിരിക്കും ഭൂരിഭാഗം പേരുടെയും. എല്ലാവരുടെയും ഞാൻ പറയുന്നില്ല, ഭൂരിഭാഗം പേരുടെയും. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമ്മുടെ ഫ്രീലാൻസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊട്ടൻഷ്യൽ ഫോർ ലേണിംഗ്, നമ്മുടെ ലേണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം കൂടും. അതുകൊണ്ട് തന്നെ നമുക്ക് ഹയർ ഇൻകം ചാർജ് ചെയ്യാൻ പറ്റും. അതായത് നമ്മുടെ ഇൻകം റേറ്റ് കൂട്ടണമെങ്കിൽ നമുക്ക് ക്ലയന്റ് ബേസ് കൂട്ടണം. അതായത് നമ്മളെ ക്ലയന്റുകളുടെ എണ്ണം നമുക്ക് കൂട്ടാൻ പറ്റും, നമ്മുടെ ചാർജ് നമുക്ക് കൂട്ടാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമുക്ക് ഇൻകം കൂട്ടാൻ പറ്റും. അതായത് പെർ വർക്കിന് നമുക്ക് എടുക്കുന്ന ചാർജ് ഇൻക്രീസ് ചെയ്യാൻ പറ്റും നമുക്ക് അത്രയും ലേണിംഗ് നമ്മൾ പ്രാധാന്യം കൊടുത്തു കഴിഞ്ഞാൽ. ഓക്കെ, കാരണം നമ്മുടെ വർക്കൊക്കെ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. നമ്മൾ കൂടുതൽ സ്റ്റഡി ചെയ്ത് കഴിഞ്ഞാൽ അതായത് കൂടുതൽ ബുദ്ധിമുട്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്കൊക്കെ നമുക്ക് വളരെയധികം സിമ്പിൾ, കുറച്ച് ടൈം എടുത്ത് ചെയ്യാം. ഫ്രീലാൻസിങ്ങിന്റെ ആറാമത്തെ ഒരു അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംപ്രൂവ് യുവർ വർക്ക് ലൈഫ് ബാലൻസ് ആണ്. അതായത് നമുക്കറിയാലേ, വർക്ക് ലൈഫ് ബാലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട ഒരു കാര്യമാണ്. അത് നമുക്ക് ട്രഡീഷണൽ ജോബിന്റെ കേസിൽ നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടത്തില്ല. കാരണം നമ്മൾ എന്തായാലും ആ ഒരു ടൈം പീരീഡിൽ വർക്ക് ചെയ്യേണ്ടി വരും. നമുക്ക് ഒരു ഫ്രീലാൻസർ ആണെങ്കിൽ നമുക്ക് ഡിസൈഡ് ചെയ്യാം അല്ലേ എപ്പോൾ നമുക്ക് വർക്ക് ചെയ്യണമെന്ന്. അതുകൊണ്ട് തന്നെ നമുക്കിപ്പം സപ്പോസ് ഇപ്പോൾ വലിയ എന്തെങ്കിലും ഇവൻറ്റോ കാര്യങ്ങളോ വരും. ഇവൻറ്റ് മീൻസ് നമുക്ക് കല്യാണം, അടുത്തൊരു കല്യാണം വരികയാണെങ്കിൽ നിങ്ങളുടെ ഒരു സിബ്ലിങ്സിൻ്റെയോ അല്ലെങ്കിൽ നിങ്ങളുടെ കസിൻസിൻ്റെയോ ഒക്കെ കല്യാണം വരികയാണെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ബ്രേക്ക് എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഇൻവോൾവ് ആവാം. ഓക്കെ, പിന്നെ വളരെയധികം സ്ട്രെസ് ഡെവലപ്പ് ആണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ഒരാഴ്ച 2 ആഴ്ചയൊക്കെ ബ്രേക്ക് എടുക്കാം അല്ലേ. പിന്നെ നിങ്ങൾക്ക് തീരുമാനിക്കുക എത്രത്തോളം ക്ലയൻറ്റ് നിങ്ങൾക്ക് വേണം. അതായത് നിങ്ങളെ
വർക്ക് ലൈഫ് ബാലൻസ് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക്. അതായത് നിങ്ങൾക്ക് ഇപ്പം കൂടുതൽ ജോലി ചെയ്യാൻ ആഗ്രഹമില്ലെങ്കിൽ നിങ്ങൾക്ക് ക്ലയന്റിന്റെ എണ്ണം പതുക്കെ കുറയ്ക്കാൻ പറ്റും. പിന്നെ ക്ലയന്റിന്റെ എണ്ണം, അതായത് നിങ്ങൾക്ക് അധികം ഇൻകം പൊട്ടൻഷ്യൽ വേണം, നിങ്ങൾ അധികം വർക്കിലേക്ക് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ, അതായത് ഇപ്പം കുറച്ച് മതി നമ്മുടെ ലൈഫിന്റെ ഭാഗത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതലധികം ക്ലയന്റിനെ ബിൽഡ് ചെയ്യാൻ പറ്റും. അതിലൂടെ നിങ്ങൾക്ക് കൂടുതലധികം ഇൻകം ജനറേറ്റ് ചെയ്യാനും പറ്റും. കൂടുതൽ ഇൻകം ജനറേറ്റ് ചെയ്തപ്പോൾ ഒരു സ്പെസിഫിക് ഇൻകം നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ദിവസം ബ്രേക്ക് എടുക്കാം. ഓക്കെ, അപ്പോൾ അതുപോലെ നമുക്ക് വർക്കും ലൈഫും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം ബാലൻസ് ചെയ്യാൻ പറ്റും. പിന്നെ ഫ്രീലാൻസിംഗ് നിന്ന് കിട്ടുന്ന ഒരു 7ാമത്തെ അഡ്വാൻറ്റേജ് ആണ് ഓപ്പർച്യൂണിറ്റി ഫോർ പാസീവ് ഇൻകം. പാസീവ് ഇൻകം പറഞ്ഞാൽ എല്ലാവർക്കും അറിയുന്നുണ്ടാവും. കാരണം നമ്മളിപ്പോൾ സ്പെസിഫിക് പീരീഡിൽ നമ്മളൊരു വർക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ വർക്ക് നമുക്ക് ത്രൂ ഔട്ട് നമ്മളെ ലൈഫ് നമുക്ക് ഏർണിങ്സ് തരുന്നൊരു പരിപാടിയാണ് പാസീവ് ഇൻകം. അപ്പോൾ ഫ്രീലാൻസറിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നോക്കുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു സ്കിൽ സെറ്റിലായിരിക്കും അവരെന്തായിരിക്കുക മുൻപന്തിയിൽ നിൽക്കുക. അപ്പം അതുകൊണ്ട് തന്നെ അത് നല്ലധികം അവർ ഡെവലപ്പ് ചെയ്യും. ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ലേണിംഗ് ഉണ്ടായതുകൊണ്ട് തന്നെ അത് നല്ല രീതിയിൽ ഡെവലപ്പ് ആയിക്കൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ആ ഒരു സ്കിൽ സെറ്റിൽ എന്ന് പറഞ്ഞാൽ വളരെയധികം മാസ്റ്റർ ആയിട്ടുണ്ടാവും ആ ഒരു പെർട്ടിക്കുലർ ഫ്രീലാൻസർ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിങ്ങൾ കണ്ടന്റ് റൈറ്റർ ആണെങ്കിൽ നിങ്ങളിപ്പോൾ അതിൽ കൂടുതലധികം ലേണിംഗ് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ കണ്ടന്റ് റൈറ്റർ ഓർ ഗ്രാഫിക് ഡിസൈനർ, അപ്പോൾ ഞാൻ ഗ്രാഫിക് ഡിസൈനർ എക്സാമ്പിൾ പറയാം, അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും. ഗ്രാഫിക് ഡിസൈനറാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ കമ്പ്യൂട്ടറിലാണെങ്കിൽ ഇലിസ്ട്രേറ്റർ അല്ലെങ്കിൽ പലയധികം ഫോട്ടോഷോപ്പ്, ഇതൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് പഠിച്ചിട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും നമ്മളൊരു ഫ്രീലാൻസറായിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ. അതുകൊണ്ട് തന്നെ നിങ്ങൾ അതിൽ മാസ്റ്റർ ആയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പാസീവ് ഇൻകം അതിൽ നിന്ന് ജനറേറ്റ് ചെയ്യാൻ പറ്റും. എങ്ങനെ? നിങ്ങൾക്ക് കോഴ്സ് ജനറേറ്റ് ചെയ്യാം. അതായത് ഫോട്ടോഷോപ്പ് പഠിപ്പിച്ചു കൊടുക്കുന്നത് അല്ലെങ്കിൽ അഡോബ് ഇലിസ്ട്രേറ്റർ പഠിപ്പിച്ചു കൊടുക്കുന്നതൊക്കെ നിങ്ങൾക്ക് എന്താ പറയുക കോഴ്സ് ജനറേറ്റ് ചെയ്യാം. ആ കോഴ്സ് നിങ്ങൾക്ക് വാരിയസ് പ്ലാറ്റ്ഫോം ഉണ്ട്, കോഴ്സറ, അങ്ങനത്തെ പലധികം പ്ലാറ്റ്ഫോം ഉണ്ട്, അവിടെ മാർക്കറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ക്ലയൻസ് അല്ലെങ്കിൽ വേറെ സ്റ്റുഡൻസ് അത് വന്ന് വാങ്ങും. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, അതിൽ നിന്ന് ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റും. അത് ഒരു പാസീവ് ഇൻകം ആണ്. അതായത് പലധികം സ്റ്റുഡൻസ് നിങ്ങൾ ഒരു പ്രാവശ്യം അപ്ലോഡ് ചെയ്തിട്ട് കഴിഞ്ഞാൽ പലധികം സ്റ്റുഡൻസ് അതിലേക്ക് വരും. അത് നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഇൻകം ജനറേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, അത് ഒരു ലിമിറ്റ് ഉണ്ടാവില്ല. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. പിന്നെ നിങ്ങൾക്ക് കണ്ടന്റ് റൈറ്റർ, ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി കണ്ടന്റ് റൈറ്റർ ആണെങ്കിൽ ഇ ബുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഇ ബുക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പം ആമസോൺ കിൻഡൽ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വളരെയധികം കുറേ വെബ്സൈറ്റ് ഉണ്ട്. അപ്പോൾ അതിലൊക്കെ നിങ്ങൾക്ക് ഇ ബുക്ക് ജനറേറ്റ് ചെയ്തിട്ട് ഇടാൻ പറ്റും. അപ്പോൾ ആ ഒരു പർട്ടിക്കുലർ ബുക്ക് ആരെങ്കിലും വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ നിന്ന് നിങ്ങളുടെ മാർജിൻ കിട്ടും. ഓക്കെ, അവരുടെ സൈറ്റിന്റെ കമ്മീഷൻ എടുത്തിട്ട് നിങ്ങൾക്കൊരു മാർജിൻ കിട്ടും. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് എന്താ പാസീവ് ഇൻകം ആയിട്ട് എടുക്കാൻ പറ്റും. പിന്നെ ഫ്രീലാൻസിംഗ് തരുന്ന ഒരു 8ാമത്തെ ഒരു അഡ്വാൻറ്റേജസ് ആണ് നിങ്ങളെ സ്കിൽ സെറ്റ് നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അതായത് കണ്ടിന്യൂസ് ലേണിംഗ് ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങളെ സ്കില്ല് നിങ്ങൾക്ക് എപ്പോഴും എന്ത് ചെയ്ത് അപ്പ് സ്കിൽ ചെയ്തുകൊണ്ടേ ഇരിക്കാം. അതായത് ഇപ്പം നിങ്ങളൊരു കണ്ടന്റ് റൈറ്റർ ആണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം പ്രത്യേകിച്ച് നിങ്ങളൊരു ടെക്കിന്റെ റൈറ്റർ ആണെങ്കിൽ, ടെക്കാണ് കൂടുതലായിട്ടും റൈറ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു കാര്യത്തിൽ നിന്ന് മാറിയിട്ട് മറ്റു മേഖലയിലേക്കും എന്താ പറയുക സ്കിൽ സെറ്റ് ഇമ്പ്രൂവ് ചെയ്യാം ലേണിങ്ങിലൂടെ. അതായത് നിങ്ങളെ ഒരു ടൈം ഷെഡ്യൂളിൽ നിങ്ങൾക്ക് എന്താ പറയുക ഇത്ര ഒരു സമയം സ്കിൽ ഡെവലപ്മെന്റ്, അതായത് വാരിയസ് അതർ സ്കിൽ ഡെവലപ്മെന്റിനൊക്കെ മാറ്റി വെച്ചുകൊണ്ട് തന്നെ നിങ്ങളുടെ സ്കിൽ സെറ്റ് നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. നിങ്ങളിപ്പോൾ ഒരു ഫോട്ടോഗ്രാഫർ ആണെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്കറിയാം ഡ്രോൺ ഷൂട്ടിങ്, അതായത് ഡ്രോൺ ഫോട്ടോഗ്രാഫി ഒക്കെ വളരെയധികം എന്താ പറയുക ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്, എല്ലാവർക്കും വേണ്ട ഒരു കാര്യമാണ്. അപ്പം അത്തരത്തിലുള്ളൊരു സ്കില്ല് നിങ്ങൾ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇൻകം പൊട്ടൻഷ്യൽ നിങ്ങൾക്ക് ഗ്രോ ചെയ്യാൻ പറ്റും. പിന്നെ നമ്മുടെ 9ാമത്തെ ഒരു അഡ്വാൻറ്റേജസ് എന്ന് പറയാനുള്ളത് നെറ്റ്വർക്കിംഗ് ഓപ്പർച്യൂണിറ്റി ആണ്. അതായത് നിങ്ങൾക്കറിയാലേ നിങ്ങൾ വാരിയസ് ആയിട്ടുള്ള ക്ലയന്റിനായിട്ടാണ് എന്താ പറയുക ജോബ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പം ഒരു ക്ലയന്റ് നിങ്ങളുടെ വർക്കിൽ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ ആ ഒരു ക്ലയന്റ് നിങ്ങൾ എന്ത് ചെയ്യും, അടുത്ത ക്ലയന്റിലേക്ക് റെഫർ ചെയ്യും. അപ്പോൾ ആ ഒരു ക്ലയന്റിനും കൂടി നിങ്ങൾക്ക് കിട്ടുകയാണ്. അപ്പോൾ അതുവഴി നിങ്ങൾക്ക് ഒരു നെറ്റ്വർക്ക് തന്നെ ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു നെറ്റ്വർക്കിൽ നിന്ന് നിങ്ങളെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഒരിക്കലും എന്താ പറയുക കുറയുന്നില്ല. അതായത് നിങ്ങൾക്ക് എപ്പോഴും വർക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കും. അതായത് നിങ്ങളുടെ ഇൻകം കൂടുതലായിട്ട് ഗ്രോ ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് സ്പെസിഫിക് ആയിട്ട് അപ്പോയിന്റ്മെന്റ് ടൈമിംഗ് ഒക്കെ വെക്കാം. അപ്പോൾ എന്ത് ചെയ്യും, നിങ്ങളുടെ ഒരു അവൈലബിലിറ്റി എന്താ പറയുക കുറയുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, കൂടുതൽ എന്താ പറയുക ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റും. അതായത് നിങ്ങൾക്ക് കൂടുതൽ ചാർജ് ചെയ്യാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് ഒരു നെറ്റ്വർക്ക് ഫ്രീലാൻസറിന്റെ സൈഡിൽ നിന്നും ബിൽഡ് ചെയ്യാൻ പറ്റും. അതായത് വാരിയസ് അതർ ഫ്രീലാൻസർ. അതായത് നിങ്ങൾക്ക് ഇപ്പം ഒരു ബ്രാൻഡ് നിങ്ങളെ സമീപിക്കുകയാണെങ്കിൽ ആ ബ്രാൻഡിന് പല നീഡ്സ് ഉണ്ടാവും അല്ലേ, ലോഗോ ഡിസൈനിങ് ഉണ്ടാവും, വെബ് ഡിസൈനിങ് ഉണ്ടാവും. അപ്പോൾ ഇത്തരത്തിലുള്ള ഫ്രീലാൻസറിനോടൊക്കെ നിങ്ങൾക്ക് ഒരു നെറ്റ്വർക്കിംഗ് കൊണ്ടുവന്നിട്ട് അപ്പോൾ അവരൊരു നെറ്റ്വർക്ക് ബിൽഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഏജൻസി ആയിട്ട് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കൂടുതലായിട്ടുള്ള ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ സ്കിൽ സെറ്റ് എല്ലാത്തിലും ഇമ്പ്രൂവ് ചെയ്യാനും പറ്റും. നിങ്ങളുടെ പ്രൊഫഷണലിസം തന്നെ നിങ്ങൾക്ക് ഗ്രോ ചെയ്യാൻ പറ്റും. പിന്നെ 10th റീസൺ, അതായത് 10th അഡ്വാൻറ്റേജസ്, അതായത് ജോബ് സാറ്റിസ്ഫാക്ഷൻ അല്ലേ. ഞാൻ ഇത്രയും അധികം എന്താ പറയുക അഡ്വാൻറ്റേജസ് പറഞ്ഞതെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എത്രത്തോളം ജോബ് സാറ്റിസ്ഫാക്ഷൻ ആണ് നമുക്ക് ഫ്രീലാൻസർ ആയിട്ട് വർക്ക് ചെയ്യുന്നതിലൂടെ കിട്ടാൻ പോകുന്നത് അല്ലേ. അതായത് നമ്മൾ ഇഷ്ടപ്പെട്ട ഒരു ജോബാണ് നമ്മൾ ചെയ്യുന്നത്. അതായത് ഇപ്പം നിങ്ങൾക്കിപ്പോൾ ഒരു ആർട്ടിസ്റ്റ് ആണ്,
നിങ്ങൾക്ക് അതാണ് കൂടുതൽ പ്രിഫറൻസ് കൊടുത്തത്. നിങ്ങൾ വെറുതെ അക്കൗണ്ടിങ് ആക്ടിവിറ്റീസിലൊന്നും പോയിട്ട് ജോലി ചെയ്യാൻ നിൽക്കരുത്. അതായത് പ്രൈവറ്റ് ആയിട്ടോ ഗവൺമെന്റ് ആയിട്ടോ അക്കൗണ്ടിങ്ങിലൊന്നും പോയി ജോലി ചെയ്യരുത്. നിങ്ങൾക്ക് എന്ത് ചെയ്യുക, നിങ്ങളുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുക. പിന്നെ എന്ത് ചെയ്യുക, നിങ്ങൾ ഫ്രീലാൻസറായിട്ട് വർക്ക് ചെയ്യുക. അപ്പം നിങ്ങൾ ഒരു ആർട്ടിസ്റ്റിനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീലാൻസറായിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പറഞ്ഞാൽ വളരെയധികം ഒരു ഇൻകം പൊട്ടൻഷ്യൽ ആണ് കിട്ടാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ അത്തരത്തിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ജോബ് സാറ്റിസ്ഫാക്ഷൻ കൂടും, നിങ്ങളുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യുകയും ചെയ്യും, നിങ്ങളുടെ പ്രൊഫഷണൽ ഗ്രോത്ത് ഇൻക്രീസ് ചെയ്യുകയും ചെയ്യും. അല്ലാതെ നിങ്ങളിപ്പം നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തൊരു ജോലിയാണ് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഗ്രോ ചെയ്യാനൊന്നുമില്ല. നിങ്ങൾ ആ ഒരു ചെയ്യുന്ന ജോലി എന്താണോ ആ ഒരു കിട്ടുന്ന ഇൻകം എത്രയാണോ അത്രത്തോളം ഇൻകം മാത്രമേ നിങ്ങൾക്ക് ലൈഫ് ത്രൂ ഔട്ട് കിട്ടുകയുണ്ടാവുള്ളൂ. അപ്പം ഒരു ജോബ് സാറ്റിസ്ഫാക്ഷൻ കുറവായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ അഡ്വാൻറ്റേജസ് ആണ് എനിക്ക് ഫ്രീലാൻസിങ്ങിനെ പറ്റിയിട്ട് പറയാനുള്ളത്. ഇനി അടുത്ത് പറയുന്നത് ഏതൊക്കെ പേഴ്സൺസിനാണ് ഈ ഫ്രീലാൻസിങ്ങിന് കൊണ്ട് വളരെയധികം ഗുണം കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ ആദ്യം നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, നമ്മുടെ ഹൗസ് വൈഫ്, അതായത് വീട്ടമ്മമാർ കേരളത്തിൽ നോക്കുകയാണെങ്കിൽ വീട്ടമ്മമാർ ഇന്ന് ഒരുപാടുണ്ട്. അതായത് വീട്ടിലെ കാര്യങ്ങൾ മാത്രം നോക്കിയിട്ട് അവരുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്, അതായത് കുട്ടികളുടെ കാര്യം മാത്രം നോക്കി ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ചിലവർക്കൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പാടാൻ കഴിവുണ്ടാവും, ചിലർക്ക് നല്ല കണ്ടന്റ് റൈറ്റിംഗ്, അതായത് റൈറ്റിംഗ് സ്കില്ലൊക്കെ ഉണ്ടാവും. പക്ഷെ അവരൊക്കെ ഇതൊക്കെ കോംപ്രമൈസ് ചെയ്തിട്ടായിരിക്കും എന്താ പറയുക വീട്ടിലിരിക്കുന്നത്. പക്ഷെ അവരെ ഫ്രീലാൻസിംഗ് എന്ന് പറഞ്ഞൊരു വർക്ക് ഫ്രെയിംവർക്കിനെ പറ്റിയിട്ട് അവയർനെസ് ഉണ്ടാവില്ല. ഓക്കെ, അപ്പം എന്ത് ചെയ്യുക, അവർക്കൊക്കെ ഈ ഒരു വർക്ക് ഏറ്റെടുത്ത്, അതായത് ഇപ്പോൾ കണ്ടന്റ് റൈറ്റർ ആണെങ്കിൽ കുട്ടികൾ ഇപ്പോൾ സ്കൂളിൽ പോവാണ് അല്ലെങ്കിൽ കുട്ടികൾ കിടന്നുറങ്ങുന്ന സമയത്തൊക്കെ അവർക്ക് വർക്ക് ചെയ്യാൻ പറ്റും. അതായത് അവർ ഷെഡ്യൂൾ ചെയ്തിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് നല്ലൊരു ഇൻകം ആയിരിക്കും ഫ്രീലാൻസറായി വർക്ക് ചെയ്യുന്നതോടെ കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് വേറൊരാളെ ഫിനാൻഷ്യലി ഡിപ്പെൻഡ് ചെയ്യുന്ന ആവശ്യം വരുന്നില്ല. ഓക്കെ, പ്രത്യേകിച്ച് വീട്ടമ്മമാർ നോക്കുകയാണെങ്കിൽ സ്റ്റുഡൻസിന് ഇത് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അതായത് അവർക്ക് അവരുടെ സ്റ്റഡീസിന്റെ കൂടെ തന്നെ ഒരു എക്സ്ട്രാ സൈഡ് ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഫ്രീലാൻസിംഗ് ആയിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഒരു നല്ല സ്കിൽ സെറ്റ് ഡെവലപ്പ് ചെയ്യാനും പറ്റും. അതായത് അവർ പഠിച്ചിറങ്ങി കഴിഞ്ഞാൽ അവരുടെ കയ്യിൽ ഒരു നല്ലൊരു സ്കില്ലായിരിക്കും ഇരിക്കുന്നുണ്ടാവുക. അതുകൊണ്ട് തന്നെ അവർക്ക് അതിൽ വേണമെങ്കിൽ അവരുടെ കരിയർ ഗ്രോ ചെയ്യാം, അല്ലെങ്കിൽ അവരുടെ ഡിഗ്രിയും അവർക്ക് അതിനോടൊപ്പം കൊണ്ടുപോവുകയും ചെയ്യാം. ഓക്കെ, നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ റിട്ടയർഡ് പേഴ്സണാലിറ്റീസ്, അതായത് നമുക്കറിയാം റിട്ടയർഡ് പേഴ്സണാലിറ്റീസ്, അതായത് ഗവൺമെന്റ് ജോലിയിൽ നിന്നൊക്കെ റിട്ടയർ ആയ ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ഒന്നും ചെയ്യാനില്ലാതെ വീട്ടിൽ വെറുതെ ഇരിക്കുകയായിരിക്കും, ഭൂരിഭാഗം വരും. അപ്പം നിങ്ങൾ പറയുന്നുണ്ട് അവര് വർക്കിന്റെ സമയത്ത് പറയുന്നുണ്ടാവും റിട്ടയർ ആയിട്ട് വേണമെന്ന് റെസ്റ്റ് എടുക്കും. പക്ഷെ അങ്ങനെ നമുക്കറിയില്ല, എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ എപ്പോഴും ചെയ്യുമ്പോഴാണ് നമുക്ക് ഹാപ്പിനെസ് ഉണ്ടാവുക, ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ്. പക്ഷെ നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയാ, ചടച്ചു പോകുന്നു വേണമെങ്കിൽ പറയാം. അങ്ങനത്തെ ഒരു അവസ്ഥയാണ് പല റിട്ടയർഡ് പേഴ്സണാലിറ്റീസിനും റിട്ടയർമെന്റിന് ശേഷം ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പോൾ അവർക്കൊക്കെ ഫ്രീലാൻസിങ്ങിന് ഒരു ഓപ്പർച്യൂണിറ്റിയാണ് കൊടുക്കുന്നത്. അതായത് ഇപ്പം അക്കൗണ്ടിങ് സെക്ഷനിൽ റിട്ടയർ ഒരാൾക്ക് അക്കൗണ്ടിങ് അതായത് ഫൈനാൻഷ്യൽ കൺസൾട്ടന്റ് ആയിട്ടൊക്കെ വർക്ക് ചെയ്യാൻ പറ്റും ഫ്രീലാൻസിങ്ങിൽ. അപ്പോൾ അതിന്ന് എന്താ ചെയ്യുക, അവർക്ക് റിട്ടയർമെന്റ് ഫണ്ടിന്റെ കൂടെ അവർക്ക് എന്താ ഒരു എക്സ്ട്രാ ഇൻകം കിട്ടുകയാണ്. പിന്നെ പബ്ലിക്കലി ആണെങ്കിൽ സൊസൈറ്റി പരമായിട്ട് നോക്കുകയാണെങ്കിലും അവർക്ക് എന്താ കുറച്ചൊരു ബഹുമാനം കൂടി കൂടുതൽ ബഹുമാനം കിട്ടും. അതായത് റിട്ടയർ ആയിട്ട് വർക്ക് ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് കിട്ടാവുന്നൊരു റെസ്പെക്റ്റിന്റെ ലെവൽ കൂടുകയും ചെയ്യും. ഓക്കെ, പിന്നെ അവർ ഹാപ്പി ആയിരിക്കും, എപ്പോഴും ആക്റ്റീവ് ആയിട്ട് ഇരിക്കാൻ അത് അവർക്ക് സഹായിക്കുകയും ചെയ്യും. ഓക്കെ, പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ ട്രാവൽ എന്തൂസിയസ്റ്റിന്, അതായത് വാരിയസ് എല്ലായിടത്തും ചുറ്റി നടന്ന് എല്ലാ രാജ്യങ്ങളും കാണാൻ ആഗ്രഹമുള്ളവർക്കൊക്കെ ഫ്രീലാൻസിങ് ഒരു ജോബായി തിരഞ്ഞെടുക്കാം. കാരണം നമ്മൾ ട്രഡീഷണൽ ജോബ് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും ഒരു ഓഫീസ് ആയിട്ട് അവിടെ തന്നെ നിന്നിട്ട് വർക്ക് ചെയ്യേണ്ട ഒരു അവസ്ഥ ഉണ്ട്. പക്ഷെ ഫ്രീലാൻസർ ആയിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി നമ്മുടെ ഒരു ജോഗ്രഫിക്കൽ ലൊക്കേഷൻ തന്നെ നമുക്ക് ഷിഫ്റ്റ് ചെയ്തിട്ട് മറ്റു രാജ്യങ്ങളിലൊക്കെ പോയിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മളൊരു സാറ്റിസ്ഫാക്ഷൻ കൂടുകയാണ്. നമുക്ക് എവിടെയെങ്കിലും പോകണമെങ്കിൽ നമുക്ക് ഒരു കമ്മിറ്റ്മെന്റോ കാര്യങ്ങളോ ഒന്നുമില്ല, നമുക്ക് തീരുമാനിക്കാം എവിടെയെങ്കിലും പോകണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ പെട്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ പോകാം, അവിടെ പോയിട്ട് അവിടെ തന്നെ നമുക്ക് വർക്ക് ചെയ്യാനും പറ്റും. ഓക്കെ, അപ്പൊ അതൊക്കെയാണ് നമ്മുടെ ഫ്രീലാൻസിങ്ങിന് നമുക്ക് കിട്ടുന്ന അഡ്വാൻറ്റേജസ്. ഓക്കെ, അപ്പൊ ഇത്രയൊക്കെയാണ് എനിക്ക് ഫ്രീലാൻസിങ്ങിന്റെ അഡ്വാൻറ്റേജസിനെ പറ്റി നിങ്ങളോട് പറയാനുള്ളത്. നിങ്ങൾക്ക് ഇപ്പം ഫ്രീലാൻസിങ്ങിനെ പറ്റിയിട്ട് ഒരു ജനറൽ ആയിട്ടുള്ള ഒരു അവയർനെസ് കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, അപ്പൊ ഇനി എല്ലാവരും ഫ്രീലാൻസിങ് ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കണം. ഇനി അടുത്ത വീഡിയോസിലും കാര്യങ്ങളിലൊക്കെ ഞാൻ ഓരോരോ ഫ്രീലാൻസിങ് ജോബ്, അതായത് നമുക്ക് ഹൈ ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ സ്കില്ലിന് അനുസരിച്ചിട്ടുള്ള മറ്റ് ഫ്രീലാൻസിങ് ജോബിനെ പറ്റിയിട്ടൊക്കെ ഞാൻ അടുത്ത വീഡിയോസുകളും കാര്യങ്ങളിലൊക്കെ പറയുന്നതായിരിക്കും. അപ്പൊ ഇപ്പൊ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി എല്ലാവരും ഫ്രീലാൻസിങ്ങിന് ഒരു ജോബായിട്ട് പരിഗണിക്കുന്നു ഞാൻ വിചാരിക്കുന്നു. അപ്പൊ ഇത്രയൊക്കെ പറയാനുള്ളൂ. അപ്പൊ ഇതിന് നല്ല വീഡിയോസും കാര്യങ്ങളായിട്ട് നമ്മൾ ഇനി വരുന്നതായിരിക്കും. അപ്പൊ അതുവരെയും ഇറ്റ്സ് മീ നവനീത് സൈനിങ് ഓഫ്.